കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ കെ രാധാകൃഷ്ണൻ എംപിയെ ഇഡി ചോദ്യം ചെയ്യും. അന്തിമ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെയാണ് കൊച്ചി ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചത്. 3 ദിവസം മുൻപാണ് സമൻസ് അയച്ചത്. ലേബി സജീന്ദ്രൻ നൽകും വിശദാംശങ്ങൾ. ലേബി, ഈ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെ അവസാന ഘട്ടത്തിൽ ഇഡി രാധാകൃഷ്ണൻ എംപിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത് എന്ത് സാഹചര്യത്തിലാണ് ലേബി? വിശദാംശങ്ങൾ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ കെ രാധാകൃഷ്ണൻ എംപിയെ ചോദ്യം ചെയ്യാനായി ഇഡി വിളിപ്പിച്ചിരിക്കുകയാണ്. അന്തിമ കുറ്റപത്രം സമർപ്പിക്കാൻ ഇരിക്കെയാണ് ഈ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കൽ. കൊച്ചി ഓഫീസിൽ ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നോട്ടീസ് അയച്ചിരിക്കുന്നു. 3 ദിവസം മുൻപാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഏറെ ചർച്ചയായി മാറിയ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ വലിയ ചർച്ചയായി തന്നെ സംസ്ഥാനത്ത് അത് മാറിയിരുന്നു. ഇപ്പോൾ നിലവിൽ എംപിയെ തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുകയാണ് കോടതി. അവസാന ഘട്ടത്തിലാണ്. കുറ്റപത്രം സമർപ്പിക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ എന്തുകൊണ്ടാണ് ഇപ്പോൾ എംപിയെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരിക്കുന്നത്? ലേബി. റോഷി, തുടക്കം മുതൽ തന്നെ ഇത്തരത്തിൽ പല CPM നേതാക്കളുടെയും പേര് കരുവന്നൂർ ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ട ഇതിന്റെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇഡി ഇതിനു മുൻപ് AC മൊയ്തീൻ അടക്കം അരവിന്ദാക്ഷൻ അടക്കമുള്ളവരെയൊക്കെ ചോദ്യം ചെയ്യുകയും ഇതുമായി ബന്ധപ്പെട്ട സ്വത്ത് കണ്ടുകെട്ടൽ നടപടിയിലേക്ക് പോവുകയും ഒക്കെ ചെയ്തതാണ്. നേരത്തെ ഇപ്പോൾ ഈ കേസിന്റെ 1ാം ഘട്ട കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു. അതിൽ 2ാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യാൻ സമൻസ് അയച്ചിരിക്കുന്നത്. ഇന്ന് ഹാജരാകാനായിരുന്നു കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ എത്തി ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നുള്ള സമൻസ് 3 ദിവസങ്ങൾക്ക് മുമ്പാണ് കെ രാധാകൃഷ്ണൻ നൽകിയത്. എന്നാൽ അദ്ദേഹം അത് കൈപ്പറ്റിയിരുന്നില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിശദീകരണം. ഏതായാലും ഇന്ന് ഹാജരാകേണ്ടതായിരുന്നു. അതുകൊണ്ട് വീണ്ടും സമൻസ് നൽകിയേക്കും. അടുത്ത ദിവസം ചോദ്യം ചെയ്യലിന് കെ രാധാകൃഷ്ണന് നേരിട്ട് കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലേക്ക് എത്തേണ്ടി വരും. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 1ാം ഘട്ട കുറ്റപത്രത്തിൽ 53 പ്രധാനപ്പെട്ട CPM നേതാക്കളടക്കമുള്ള 53 പ്രതികളെയാണ് ഇഡി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ വിശദമായി തന്നെയാണ് ഇഡി ഈ കേസ് അന്വേഷിച്ചതും ഇതിലേക്ക് പ്രതികളെ ഉൾപ്പെടുത്തിയതും. ഈ കേസിന്റെ ബാക്കി നാൾവഴികളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അതിനുശേഷം ഇഡി ഇപ്പോൾ അടുത്തിടെ ഈ 53 പ്രതികളുടെയും സ്വത്ത് കണ്ടുകെട്ടിയിരുന്നു. അത് സാധാരണ ഇഡി അത്തരത്തിൽ വാർത്താ സമ്മേളനമൊന്നും നടത്തുന്നതല്ല. ഇഡി കൊച്ചിയിലെ ഓഫീസിൽ വാർത്താ സമ്മേളനം നടത്തി തന്നെയാണ് ഇത്തരത്തിൽ സ്വത്ത് വകകൾ കണ്ടുകെട്ടിയ വിവരം പറഞ്ഞത്. അതേ തുടർന്ന് ഈ സ്വത്ത് മുഴുവൻ, ഈ 53 പേരുടെയും കണ്ടുകെട്ടിയ സ്വത്ത് കരുവന്നൂർ ബാങ്കിന് കൈമാറാനുള്ള നിലപാടാണ് ഇഡിക്കുണ്ടായിരുന്നത്. ഇത് സംബന്ധിച്ച് ബാങ്ക് അധികൃതരെ പലതവണ ബന്ധപ്പെട്ടിട്ടും ബാങ്ക് ഒഴിഞ്ഞു മാറുകയായിരുന്നു എന്നുള്ള പരാതിയും ആ ഘട്ടത്തിൽ ഇഡി ഉന്നയിച്ചിരുന്നു. അതായത് ഇത് നിക്ഷേപകർക്ക് കൊടുക്കാനുള്ള പൈസയാണ്. ഈ CPM നേതാക്കളടക്കമുള്ള 53 പ്രതികളുടെ പണം കണ്ടുകെട്ടി ബാങ്കിന് കൊടുക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുന്നതിനിടയിലാണ് ഇത്തരത്തിൽ കെ രാധാകൃഷ്ണൻ, മുൻ മന്ത്രിയും ഇപ്പോൾ MPയുമായ കെ രാധാകൃഷ്ണനെ തന്നെ ചോദ്യം ചെയ്യാനായി ഇഡി ഇപ്പോൾ വിളിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് ഹാജരാകാനായിരുന്നു സമൻസ്. 3 ദിവസം മുൻപ് നൽകിയിരുന്ന സമൻസ് കെ രാധാകൃഷ്ണൻ കൈപ്പറ്റിയിരുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും അദ്ദേഹം തൊട്ടടുത്ത ദിവസം തന്നെ ഇഡി ഓഫീസിൽ ഹാജരായി ചോദ്യം ചെയ്യലിന് വിധേയനാകേണ്ടി വരും. റോഷ്നി. ലേബി, CPIM ജില്ലാ സെക്രട്ടറിയായിരുന്ന MM വർഗീസിനെ വരെ ചോദ്യം ചെയ്തിട്ടുണ്ട് ഇഡി. മാത്രമല്ല, കൂടുതൽ CPIM ലോക്കൽ സെക്രട്ടറിമാരെയും ഒക്കെ ചോദ്യം ചെയ്തിട്ടുള്ള ഒരു കേസാണിത്. അതിലിപ്പോൾ ഇഡി ഒരു MPയിലേക്ക് തന്നെ എത്തുമ്പോൾ ഇതിന്റെ പ്രാധാന്യം കൂടുതൽ വർദ്ധിക്കുകയല്ലേ? അതായത് CPIMനെ സംബന്ധിച്ച് ഒരു തിരിച്ചടി എന്ന തരത്തിൽ പറയാൻ കഴിയുമോ ലേബി? തീർച്ചയായും CPMന് തിരിച്ചടി തന്നെയാണല്ലോ. തുടക്കം മുതൽ AC മൊയ്തീൻ അടക്കം, ഇതിപ്പോൾ ആദ്യത്തെ നേതാവിനെയല്ല വിളിക്കുന്നത്. AC മൊയ്തീൻ, മുൻമന്ത്രി AC മൊയ്തീൻ അടക്കമുള്ള നേതാക്കൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസിന്റെ ഈ ഭാഗമായി നിരവധി CPM പ്രാദേശിക നേതാക്കൾ അടക്കം കടന്നു വന്നിട്ടുണ്ട്. പ്രധാന നേതാക്കളും മുൻ CPM ജില്ലാ സെക്രട്ടറിയായ MM വർഗീസിനെ പലതവണ ചോദ്യം ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ടുള്ള പങ്കുവച്ചത്. ഇപ്പോൾ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ കെ രാധാകൃഷ്ണൻ MPയെ ഇഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുകയാണ്.